പ്രധാനമന്ത്രി അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോട്ടെ. എന്റെ സഹോദരങ്ങളെ, ഒരു മഹല്ലിന്റെ, ഒരു മുസ്ലിം പള്ളി പരിപാലിക്കുന്ന ഒരു മഹല്ലിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. അല്ലാഹുവേ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഓഡിയോ കേട്ടു. ഒരു പള്ളിയുടെ സെക്രട്ടറി സുബ്ഹാനല്ലാഹ് വിളിച്ചിട്ട് പറയാണ്, പൂര തെറിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ഉസ്താദ് പറയുന്നത്. ഇന്നേ വരെ ഒരു ഡിക്ഷണറിയിലും ഇല്ലാത്ത പൂര തെറി. ആരാ പറയുന്നത്? ഒരു മെമ്പറല്ല, ഒരു 300 200 അംഗങ്ങളുള്ള ഒരു ചെറിയ മഹലിന്റെ പ്രസിഡന്റ് പറയാണ്, ഉസ്താദന്മാരുടെ അവസ്ഥയൊക്കെ ദയനീയമാണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അവസ്ഥയാണ്. തുച്ഛമായ ശമ്പളത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഷ്ടപ്പെട്ടിട്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നവർ, അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നവർ. ഒരു കാര്യം ഞാൻ എന്റെ മഹല്ല് പരിപാലിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പരിപാലകരോട് പറയുകയാണ്, ഏതായാലും നിങ്ങൾ ഒരു ദിവസം മരിക്കും, ഏതായാലും നിങ്ങൾ ഒരു ദിവസം മരിക്കും. എന്റെ പ്രിയപ്പെട്ടവർ, ആരാണ് ഉലമാക്കൾ എന്ന് നിങ്ങൾ പഠിക്കണം. ആരാണ് ഉലമാക്കൾ? അൽ ഉലമാഹു വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ഒരു പ്രവാചകന്മാരുടെ സ്ഥാനമാണ്. ആദം നബിയുടെ, നൂഹ് നബിയുടെ, ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, മുഹമ്മദ് നബിയുടെ ആ ഒരു പരമ്പരയിലാണ് അവരും വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെ പല്ല് വിളിച്ചവർ, പ്രവാചകന്മാരെ അസഭ്യം പറഞ്ഞവർ, നല്ലതുപോലെ മരിച്ച ചരിത്രം ഇന്നേവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉസ്താദന്മാരെ വേദനിപ്പിക്കുന്നവർ, ഉസ്താദന്മാരെ വിഷമിപ്പിക്കുന്നവർ, അവരോടായിട്ട് പറയാനുള്ളത്, മക്കളെ, നല്ല ഒരു മരണം കിട്ടുമെന്ന് നിങ്ങൾ ഒരു സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല. പിന്നെ എന്റെ ഉസ്താദന്മാരോട് പറയാനുള്ളത്, ഉസ്താദന്മാരെ, നമുക്ക് നമ്മളെ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളോട് കാര്യം പറയാണ്, നമ്മളോട് കമ്മിറ്റിക്കാർക്ക് നമ്മളെ മടുത്തു എന്ന് തോന്നണമെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് കാണും വരെ നമ്മൾ ആ നാട്ടിൽ നിന്ന് ഓടിക്കോളണം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തൊരു ഭാര്യ വീട്ടിലുണ്ട്, നമ്മളെ കാത്തൊരു മക്കള് വീട്ടിലുണ്ട്. പറയാതിരിക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ. ഇവരെങ്ങാണം ഇനി നമ്മളെ കുറിച്ച് മോശമായ രീതിയിലെങ്ങാണം പറഞ്ഞു വരത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യക്കും നമ്മുടെ മക്കൾക്കും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണം അവർക്ക് മോശമായി മാറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചില കമ്മിറ്റിക്കാരുണ്ട്, ഞാൻ പറഞ്ഞു തരാം, ഈ ലക്ഷണങ്ങൾ എന്റെ ഉസ്താദന്മാരെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് തൽക്കാലങ്ങൾ വിട്ട് മാറിക്കോളണം, സലാം പറഞ്ഞ് പിരിഞ്ഞോളണം. എന്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലീവ്? ആ ലീവ് വന്നിട്ട് പറയാം, ഉസ്താദെ നിങ്ങൾക്ക് ലീവ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ ലീവ് കുറയ്ക്കണം, ഒരു ദിവസമൊക്കെ വീട്ടിൽ പോയിട്ട് വന്നാൽ മതി എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളണം, എന്നെ തട്ടാനുള്ള പരിപാടിയാണ്, അത് എനിക്കിട്ട് കിട്ടിയ പരിപാടിയാണ്. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മദ്രസയെ പഠിപ്പിക്കുന്നവരാണ്. നമ്മളെ മദ്രസ പഠനമൊന്നും ശരിയല്ല, നിങ്ങൾ പഠിപ്പിക്കണമെന്നും ശരിയല്ല ഉസ്താദെ, ഇങ്ങനെയൊന്നുമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ ഓതലൊന്നും അത്ര പോരാ എന്ന് വന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്നെ ഇവിടെ മടുത്തു എന്ന്. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഓരോ നിയമങ്ങളും കുറ്റം പറച്ചിലും, അവിടെ പോകണമെങ്കിലും ഇവിടെ പോകണമെങ്കിലും ഒന്ന് കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിക്കണമെന്നൊക്കെ പറയുമ്പോ എവിടെ എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? എന്റെ പ്രിയപ്പെട്ട പരിപാലകർ, ഇത് ആര് ഭരിച്ച പള്ളിയാ? അല്ലാഹുവേ, നമ്മുടെ മുൻഗാമികളൊക്കെ പടച്ചവനെ പരിപാലിച്ച ഈ ഒരു മഹത്തായ സ്ഥാനത്തിലേക്ക് കയറിയിരുന്ന് ഇമാതൊരു മോശമായ രീതികൾ ചെയ്യുമ്പോ ഒരിക്കലും നിങ്ങളും മരിക്കേണ്ടവനാണെന്നൊരു ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു തആല നല്ല അധികാരികളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല അധികാരികളെ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്നിപ്പം പടച്ചവനെ ഒരു രാജ്യത്തിന്റെ കാറ്റും കഷ്ടപ്പെടണം നമ്മുടെ ഒരു മഹല്ലുകള്. എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മഹല്ലിന്റെ അവസ്ഥകൾ നിങ്ങൾക്ക് ഇന്നേവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ മഹല്ലിൽ പോകുന്നപ്പോഴാ ഒരാഴ്ച വെള്ളിയാഴ്ച പോകും, പിന്നെ ഒരു പെരുന്നാളിന് പോകും, പിന്നെ ഇറച്ചി കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ പോയി കൂവും കൂടി അടിയും കൂടി നമ്മൾ തിരിച്ചു വരും, അല്ലെങ്കിൽ റമദാന് പോകും. ഇത്രയും നമ്മളുള്ളൂ. അവിടെ നടക്കുന്ന ഒരു കാര്യവും നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹലിൽ ഇന്നത്തെ ഒരു അവസ്ഥകളൊക്കെ വല്ലാത്ത അതിഭയാനകരമാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാ സഹോദരങ്ങളെ. നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ ചാട്ടോട്ടമൊക്കെ നടത്തണേ സഹോദരങ്ങളെ. പള്ളി പൊളിക്കാനും പള്ളി തകർക്കാനും പള്ളിക്ക് എല്ലാം ഇങ്ങനെ ശത്രുക്കൾ കാത്തിരിക്കുമ്പോ നമ്മൾ സ്വയമായിട്ട് ഇങ്ങനെ നശിച്ച് നാമാവിശേഷമായി കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഈ രീതിയിലേക്ക് നിങ്ങൾ കരിവാരി തേക്കുമ്പോ, ഈ രീതിയിലേക്ക് നിങ്ങൾ അപകീർത്തപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മുന്നിൽ